ശ്രദ്ധ തിരിക്കാം. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി നിത്യം ജീവിക്കുന്ന സത്യ ത്രിയേക ദൈവത്തിൻ്റെ മഹത്വം, നമ്മെ സ്നേഹിച്ചവനും തൻ്റെ രക്തത്താൽ നമ്മുടെ പാപ കടങ്ങളെല്ലാം തീർത്ത് നമ്മെ പിതാവായ ദൈവത്തിന് വേണ്ടി വീണ്ടെടുത്തവനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ ഏവർക്കും ആദരവോടെ അറിയിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് വരുന്നതും ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതും പഠിക്കുന്നതും വളരെ ആനന്ദകരമാണല്ലോ. ഈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണ് 2026 ഏപ്രിൽ മാസം നമ്മെ വിട്ടുപോകുന്നു. ഈ അവസാന തീയതിക്കായി ഇവിടെ ഞങ്ങൾക്ക് സന്ധ്യയാണ്. അല്പ സമയം കൂടെ കഴിയുമ്പോൾ പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കും. നമ്മുടെ സഹോദരങ്ങൾക്ക് പലർക്കും വീണ്ടും ഏകദേശം ഒരു ദിവസം കാത്തിരിക്കണം. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ കേൾക്കുന്നവർക്ക് ഒരു പക്ഷെ അറിയില്ലെങ്കിൽ അതിനുവേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അതാത് സ്ഥലങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ വിരിക്കപ്പെട്ട ചിറക് നമുക്ക് അഭയം നൽകുന്നല്ലോ. ആയതിനായി അവിടുത്തേക്ക് സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയും ആ വാക്യം ഒന്നും കൂടെ വായിക്കുകയും ചെയ്യാമല്ലോ. ഹീബ്രൂസ് 2:9. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണും. സ്തോത്രം. ഇതിനു മുൻപ് തന്നെ പല പ്രാവശ്യം നാം ഈ വാക്യത്തിലൂടെ കയറി ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഓരോരോ വിഷയങ്ങളോ പദങ്ങളോ ആയിരുന്നു നമ്മൾ ധ്യാനത്തിനായിട്ടെടുത്തത്. ഇപ്പോൾ നമ്മൾ ഈ വാക്യങ്ങളിലൂടെ ഒരു അന്തിമമായ യാത്രയാണ് നടത്തുന്നത്. ഇനിയും ഈ വാക്യങ്ങളിലേക്ക് നമ്മൾ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അഥവാ പ്രത്യേകമായ എന്തെങ്കിലും കാര്യങ്ങൾ ആ വാക്യങ്ങളിൽ നിന്ന് കർത്താവ് പഠിപ്പിച്ചാൽ തീർച്ചയായും ഒന്ന് മടങ്ങി വന്ന് പറയുകയും ചെയ്യും. എന്നാൽ പൊതുവെ ഇപ്പോഴത്തെ കണക്കിന് അങ്ങനെ ഒരു മടക്കി യാത്ര ഈ വാക്യങ്ങളിലേക്കില്ല. ഈ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് എങ്കിലും ആ പദം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ദൈവകൃപയാൽ ആ പദമാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ ലോകത്ത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള, ദുർവ്യാഖ്യാനിക്കപ്പെട്ടിട്ടുമുള്ള ഒരു പദമാണത്. The grace of God, charis, 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 ഫേവർ, ബെനവലൻസ് എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജഡധാരണം ദൈവകൃപയാലായിരുന്നു എന്നാണ് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം ദൈവത്തിൻ്റെ കൃപയാലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സ്തോത്രം. യേശുക്രിസ്തു സ്വർഗമഹിമകളെ വിട്ടിട്ട് താണഭൂമിയുടെ താഴ്ചയിലേക്ക് ഇറങ്ങി വന്നത് ദൈവത്തിൻ്റെ കൃപയാലായിരുന്നു എന്നാണ് അർത്ഥം. സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയാൽ. ദൈവകൃപ എന്നുള്ളത്
പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തെളിഞ്ഞു കിടക്കുന്ന ഒരു വേദപുസ്തക സത്യമാണ്. രണ്ട് നിയമങ്ങളിലും, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ കൃപ. നമ്മൾ ഇന്നലെ കൃപയുടെ രണ്ട് പ്രധാന വശങ്ങൾ കണ്ടു. സ്തോത്രം. കൃപയുടെ ആദ്യത്തെ വശം നമ്മൾ കണ്ടത് ഒരാളിൻ്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ചാണ്. ഒരാളിൻ്റെ സ്വഭാവത്തെയും ആ ആളിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സ്വാധീനത്തെയും ഒക്കെ സംബന്ധിക്കുന്ന ഒരു പദമായിട്ടാണ് നാം കണ്ടത്. എന്നാൽ ഇവിടെ ഉപയോഗിക്കുന്നത് ആ അർത്ഥത്തിലല്ല എന്നും നമ്മൾ മനസ്സിലാക്കി. ഒടുവിൽ നമ്മൾ കണ്ടു, ഇവിടെ എബ്രായർ 2:9 പറയുന്ന ദൈവകൃപ എന്ന അർത്ഥത്തിൽ ദൈവത്തിൻ്റെ കൃപയെ പ്രധാനമായും രണ്ടായിട്ട് നമുക്ക് തിരിക്കാം എന്ന്. അതിൽ ഒന്നിനെ നമ്മൾ കണ്ടത് ഏറ്റവും ഒന്നാമത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ ആ കൃപയുടെ അവസ്ഥ നമ്മൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ദ സേവിങ് ഗ്രേസ് ഓഫ് ഗാഡ്, രക്ഷിക്കുന്ന ദൈവകൃപ. ദൈവകൃപ എന്ന് നാം കേൾക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ട ചിന്തയാണ് ദ ഗ്രേസ് ദാറ്റ് ഈസ് ദ വെരി ബേസിക് ഫോർ ഹ്യൂമൻ സാൽവേഷൻ. മാനവ രക്ഷയ്ക്ക് ഏറ്റവും അടിസ്ഥാന ഘടകമായ ദൈവീക സ്വഭാവമാണ് ദൈവത്തിൻ്റെ കൃപ. രണ്ടാമതായിട്ട് ആ കൃപയെ കുറിച്ച് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? നമ്മളതിനെ കണ്ടു. അതിന് നമ്മൾ പേര് കൊടുത്തത് എനേബിളിംഗ് ഗ്രേസ് എന്നായിരുന്നു. എനേബിളിംഗ് ഗ്രേസ്, നമ്മെ പ്രാപ്തമാക്കുന്ന കൃപ. അതിന് മറ്റൊരു പേരും കൂടെ കൊടുക്കാം. ഈ എനേബിളിംഗ് ഗ്രേസിന് നമ്മളെ ശക്തീകരിക്കുന്ന, നമ്മളെ പ്രാപ്തരാക്കുന്ന ഈ കൃപയ്ക്ക് മറ്റൊരു പേരുള്ളത് സാങ്ക്ടിഫയിങ് ഗ്രേസ് എന്നാണ്. സാങ്ക്ടിഫയിങ് ഗ്രേസ്, നമ്മെ വിശുദ്ധീകരിക്കുന്ന കൃപ എന്നാണ്. അങ്ങനെ ഈ കൃപയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പിരിവുകളാണ് ഇന്നലെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നും ഇല്ല എന്ന് മൗനത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. എങ്കിൽ നമുക്ക് ഈ വിഷയത്തിൽ അല്പം ചില കാര്യങ്ങൾ കൂടെ നോക്കാം. ഇന്ന് അതേ സംബന്ധിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ത്രിയേകത്വത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷതകളെ പറ്റി പഠിച്ചായിരുന്നു. അതിൽ ഒന്നായ ദൈവം കൃപയുള്ളവൻ എന്ന വിഷയത്തിൽ പഠിച്ച കാര്യങ്ങളുടെ ആവർത്തനമാണ്. അന്ന് പഠിച്ചവർക്ക്, അന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർക്ക് ഒരുപക്ഷെ ഇപ്പോഴോർമ്മയുണ്ടാകും. ഇല്ലെങ്കിൽ പറയുമ്പോൾ അത് ഒന്നും കൂടെ ഓർത്തെടുക്കുകയും ചെയ്യാം. ചിലപ്പോൾ റെക്കോർഡിങ്സ് കേട്ടവരും കാണും, അന്ന് നേരിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഇല്ലാതിരുന്നവരും. ദൈവത്തിൻ്റെ സ്വഭാവങ്ങളിൽ, ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡിൽ ഒരു വിശേഷതയാണ് ഗാഡ് ഈസ് ഗ്രേഷ്യസ്. ദൈവം കൃപയുള്ളവൻ. ദൈവം കൃപയുള്ളവൻ.
ദൈവം തന്നെ ആ കാര്യം പറയുന്നുണ്ട്. മോശയുടെ അടുക്കൽ വന്ന് ദൈവത്തെക്കുറിച്ച് ഉദ്ഘോഷിച്ചപ്പോൾ മോശയോട് ദൈവത്തെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ പറഞ്ഞ ആ കാര്യമാണ്. നമുക്കറിയാം, എങ്കിലും ഒന്നും കൂടെ വായിക്കാമല്ലോ. പുറപ്പാട് പുസ്തകം 34 അധ്യായം 5 തൊട്ടുള്ള ചില വാക്യങ്ങൾ. എക്സോഡസ് 34:5 following. അപ്പോൾ യഹോവ മേഘത്തിലിറങ്ങി അവിടെ അവന്റെ അടുക്കൽ നിന്നു യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. യഹോവ അവന്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചതെന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. എന്നാറെ മോശ ബദ്ധപ്പെട്ട് സാഷ്ടാംഗ മതി സ്തോത്രം. സോറി, നമ്മൾ പല ഒരു വായിച്ച് പഠിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണിത്. സീനായി മലയിൽ മോശയുടെ 2ാമത്തെ ഉപവാസത്തിൽ ദൈവം അവിടെ ഇറങ്ങി വന്ന് 33-ാം അധ്യായത്തിൻ്റെ 17 മുതൽക്കുള്ള വാക്യങ്ങളിലെ മോശയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു ഭാഗമാണത്. മോശ ദൈവത്തോട് പറഞ്ഞത്, എനിക്ക് അങ്ങയുടെ തേജസ് കാണണമെന്ന്. ആ തേജസ് കാണിച്ചു കൊടുക്കുകയാണ് ഇവിടെ. സ്തോത്രം. അപ്പോൾ ദൈവം സീനായി മലയിൽ ഇറങ്ങി. മോശയെ ദൈവം അവിടെ ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്നു. ദൈവത്തിൻ്റെ തേജസ് അതേപടി കാണുവാൻ മോശയ്ക്ക് ജഡത്തിൽ വസിക്കുന്നയാളായതുകൊണ്ട് സാധിക്കത്തില്ല എന്ന കാരണത്താൽ. നമുക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം. എന്നിട്ട് ദൈവം ഘോഷിച്ചതാണ്. ദൈവത്തെക്കുറിച്ച് തന്നെ ദൈവം അവിടെ മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ദൈവം മോശയുടെ മുമ്പിൽ തന്നെക്കുറിച്ച് തന്നെ പ്രഘോഷിച്ച ഭാഗത്ത് പറയുന്നുണ്ട്, അവൻ എങ്ങനെയുള്ളവനാണ്? കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ. കണ്ടോ, അവിടെ ഇതെല്ലാം ദൈവത്തിന്റെ ഓരോ സ്വഭാവങ്ങളാണ്. ഗാഡ് ഈസ് മെർസിഫുൾ, ഗാഡ് ഈസ് ഗ്രേഷ്യസ്, ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ഇതിൻ്റെ എല്ലാം അർത്ഥം നമ്മൾ അന്ന് തൃത്വത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ കണ്ടതാണ്. അതിൽ ഈ ഒരെണ്ണം മാത്രമേ നമ്മൾ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ഗാഡ് ഈസ് ഗ്രേഷ്യസ്. സ്തോത്രം. ദൈവം കൃപയുള്ളവൻ, കൃപാലു. സ്തോത്രം. ഗ്രേഷ്യസ്, ഫുൾ ഓഫ് ഗ്രേസ്. അപ്പോൾ വേദപുസ്തകം നമ്മെ വളരെ വ്യക്തതയോടെ അക്കാര്യം പഠിപ്പിക്കുന്നു. പോട്ടെ, ഒരു ജസ്റ്റ് നമ്മുടെ ശ്രദ്ധയൊന്ന് ആകർഷിക്കാനായിട്ടൊരു ചോദ്യം. വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ കൃപയുടെ വെളിപ്പാട് നമുക്ക് ഏറ്റവും ആദ്യം ലഭിക്കുന്നത് എവിടെയാണ്? ഏത് പുസ്തകത്തിലാണെന്നോ ഏത് അധ്യായത്തിലാണെന്നോ പറഞ്ഞാലും മതി. ഉൽപ്പത്തി പുസ്തകത്തില് ഉള്ള വാഗ്ദത്തം, അതിൽ ഇതേ കൃപ പുത്രനെ അയക്കുമെന്നുള്ളത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ അല്ലേ? അതെ, വെരി ഗുഡ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം മുതൽ നമുക്ക് ദൈവത്തിൻ്റെ കൃപയുടെ അസന്നിഗ്ധമായ വെളിപ്പാട് കാണാൻ പറ്റും.
God's grace is very much manifested in the Bible, beginning from the very fall of man in Genesis 3. അതിൽ എനിക്ക് ഏറ്റവും ആദ്യം കാണാൻ കഴിയുന്നത് 3:9 വാക്യത്തിലാണ്. വീണുപോയ, അനുസരണക്കേട് കാണിച്ച, ദൈവത്തോട് പാപം ചെയ്ത മനുഷ്യനെ തേടി ദൈവം വരുന്നു. ആദാമേ, നീ എവിടെ? ആദാമേ, നീ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട്. എന്നാൽ അവൻ പോയ വഴിക്ക് പോകട്ടെന്ന് ചിന്തിക്കാതെ, അവനെ കൊന്നു തള്ളാതെ, പാപം ചെയ്ത മനുഷ്യനെ തേടി വരുന്ന ദൈവത്തിൻ്റെ ആ സ്വഭാവം, ദൈവത്തിൻ്റെ തേടി വരുന്ന ആ സ്വഭാവം, അവിടെ നിന്ന് പിന്നീട് നമുക്കത് വളരെയധികമായി കാണാൻ കഴിയുന്നതാണ് ജയകുട്ടി ഞാൻ പറഞ്ഞ 15-ാമത്തെ വാക്യം. സ്ത്രീയുടെ സന്തതിയായി ഒരു വാഗ്ദത്തം. അതിനുശേഷം 3-ാം അധ്യായത്തിൽ തന്നെ വീണ്ടും ദൈവകൃപയുടെ ഭയങ്കര വെളിപ്പാടാണ്. 21-ാം വാക്യമാണെന്ന് തോന്നുന്നു. ഒന്ന് വായിക്കുമോ? 3:21 ജെനസിസ്. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. സ്തോത്രം. ദിസ് ഈസ് ഓൾസോ എ വെരി ക്ലിയർ ആക്ട് ഓഫ് ഡിവൈൻ ഗ്രേസ് ഫോർ ദ fallen man. വീണുപോയ, ശാപഗ്രസ്തനായ, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച, ദൈവത്തിൻ്റെ ശത്രുവായ സാത്താനെ വിശ്വസിച്ചനുസരിച്ച മനുഷ്യനോട് ദൈവം കാണിക്കുന്ന കൃപയുടെ അതിരറ്റ വെളിപ്പാടാണ് നമുക്കിവിടെയും കാണാൻ സാധിക്കുന്നത്. വിശദീകരണമൊന്നും നമുക്കവിടെ ഇല്ല. എന്നാൽ പൊതുവെ ക്രൈസ്തവ മണ്ഡലത്തിൽ വിശ്വസിക്കപ്പെടുന്നത് നമുക്കറിയാം. പാപം ചെയ്ത മനുഷ്യന്റെ പ്രായശ്ചിത്തമായി ഏറ്റവും ആദ്യം ഒരു കുഞ്ഞാടിനെ കുരുതി കൊടിച്ചു എന്ന്. തെളിയിക്കാൻ പ്രത്യേകിച്ച് വാക്യങ്ങളൊന്നും ബൈബിളിലില്ല. എന്നാൽ ദിസ് ഈസ് എ കോമൺ generally accepted assumption in maybe Jewish world and Christian world. അവിടെ നിന്നാണ് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹാബേലിന് യാഗം കഴിക്കുന്നതിനുള്ള ലഭിച്ചത് എന്നൊക്കെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതൊന്നും ഉപദേശമായിട്ട് ആരും എടുക്കണ്ട. അതെല്ലാം അനുമാനങ്ങളോ വ്യാഖ്യാനങ്ങളോ ആയി മാത്രം എടുത്താൽ മതി. അങ്ങനെ കാണുന്നതിൽ വിലക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് തെറ്റില്ല. ഒരാൾക്കത് അങ്ങനെ സ്വീകരിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. ഒരാൾ അങ്ങനെ സ്വീകരിക്കുന്നെങ്കിൽ അതിൽ തെറ്റുമില്ല. പാപം ചെയ്ത മനുഷ്യനെ കൊന്നു തള്ളാതെ അവനു വേണ്ടി ഒരു മൃഗത്തെ അവിടെ അറുക്കുന്നു. ദൈവത്തിന് വേണമെങ്കിൽ ഇത്ര വലിയ പ്രപഞ്ചം വാക്കുകളാൽ സൃഷ്ടിച്ചവന് ആദാമനും ഹവ്വയ്ക്കും വേണ്ടി ഒരു ഉടുപ്പുണ്ടാക്കാൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. പക്ഷെ ദൈവം അത് ചെയ്തില്ല. ഒരു മൃഗത്തെ കൊന്ന്, ഏത് മൃഗമാണെന്നൊന്നും നമുക്കവിടെ കാണാൻ സാധിക്കുന്നില്ല, അതിൻ്റെ തുകല് അവർക്ക് വസ്ത്രമായി കൊടുത്തു എന്നാണ് നാം കാണുന്നത്. പിന്നെ 2 പേർക്കും വസ്ത്രം ഉണ്ടാക്കണമെങ്കിൽ ഒരു കുഞ്ഞാടിനെ കൊന്നാൽ അതിൻ്റെ തോല് കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് വാദിക്കുന്നവരുണ്ട്.
അല്ലെങ്കിൽ ഒരു വലിയ മൃഗമെന്ന് കണ്ടോ, ഏതായാലും ശരി, ഒരു യാഗം അവിടെ നടന്നു എന്ന് കരുതുന്നതിൽ തെറ്റില്ല. ആർക്ക് വേണ്ടിയായിരുന്നു? വസ്ത്രമുടിപ്പിക്കാൻ എന്നാണ് നാം കാണുന്നതെങ്കിലും ആ നഗ്നത എന്തിൻ്റെ പ്രതീകമാണ്? പാപത്തിൻ്റെ പ്രതീകമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രൂശിക്കപ്പെടുമ്പോൾ നഗ്നതയും സഹിച്ചത്. അതേപ്പറ്റിയും നമ്മൾ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് വിശദമായി പഠിച്ചിട്ടുണ്ട്. യഹൂദ റോമൻ പാരമ്പര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ചരിത്രരേഖകളിൽ നിന്നും അതുപോലെ തന്നെ യെശയ്യാ പ്രവചനത്തിൽ നിന്നുമൊക്കെ നാം ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ നഗ്നത സഹിച്ചതും ഈ പാപത്താൽ ഉണ്ടായ നഗ്നതയുടെ അല്ലെങ്കിൽ പാപമെന്ന നഗ്നതയുടെ പ്രതീകമായിട്ടാണ്. ദൈവത്തിൻ്റെ നീതി നഷ്ടപ്പെട്ട നഗ്നനായി തീർന്ന മനുഷ്യനെയാണ് അവിടെ കാണിക്കുന്നത്. ആ മനുഷ്യന്, നഗ്നനായി തീർന്ന പാപിക്ക്, നാം അറിയുന്നത് പോലെ, പഠിച്ചിട്ടുള്ളത് പോലെ, നീതിയുടെ വസ്ത്രം നെയ്തെടുത്ത നെയ്ത്തുശാലയാണ് കാൽവറി. സ്തോത്രം. അതുകൊണ്ടാണ് നഗ്നനായി കുരിശിങ്കലേക്ക് ഓടി വരുന്ന പാപിയെ ദൈവം യേശുക്രിസ്തുവിന്റെ നീതിവസ്ത്രത്താൽ പൊതിയുന്നത്, അവനെ നീതിമാനായി കൈക്കൊള്ളുന്നത്. അവൻ പാപം ചെയ്തിട്ടേ ഇല്ല എന്ന നിലയിൽ ദൈവപുത്രനെ പോലെ അവനെ സ്വീകരിക്കുന്നത്. സ്തോത്രം. അതിനുശേഷം 21 താഴേക്ക് വരുമ്പോൾ നാം വീണ്ടും കാണുന്നുണ്ട്, ദൈവം ആദമിനെയും ഹവ്വയെയും ഏദനിൽ നിന്നും പുറത്താക്കുന്നു. സ്തോത്രം. ജീവന്റെ വൃക്ഷഫലവും കൂടെ പറിച്ചു തിന്ന് അവൻ ഈ പാപിയായിട്ട് തന്നെ എന്നേക്കും ജീവിച്ചിരിക്കാതിരിക്കേണ്ടതിന്, വീണ്ടെടുക്കപ്പെടാൻ ഒക്കാത്തതുപോലെ അവൻ നിത്യം പാപിയായി തീരാതിരിക്കേണ്ടതിന് ജീവന്റെ വൃക്ഷഫലം അവന് തടയുന്നത് നമുക്ക് കാണാം. ജീവന്റെ വൃക്ഷഫലം വിലക്കിയിട്ട് അവനെ ഭൂമിയിലേക്ക് ഇറക്കി വിടുന്നതും നമുക്ക് കാണാം. അപ്പോൾ പാപം ചെയ്ത മനുഷ്യനെ തേടി വരുന്ന ദൈവം, അവന്റെ പാപത്തിന് പരിഹാരമായി സ്ത്രീയുടെ സന്തതിയെ വാഗ്ദത്തം ചെയ്ത ദൈവം, പാപത്താൽ നഗ്നരായിത്തീർന്ന മനുഷ്യനു വേണ്ടി ഒരു മൃഗത്തെ കൊന്ന് തുകൽ വസ്ത്രം ഉടുപ്പിച്ച ദൈവത്തിൻ്റെ ആ പ്രവൃത്തി, പാപിയായിത്തീർന്ന മനുഷ്യൻ ജീവന്റെ വൃക്ഷഫലവും കൂടെ തിന്ന് എന്നേക്കും പാപിയായി തന്നെ ജീവിച്ചിരിക്കാതിരിക്കേണ്ടതിന് ജീവവൃക്ഷഫലം അവന് വിലക്കിയ ദൈവം. പാപത്തിൽ വീണുപോയ മനുഷ്യന് ശാരീരിക മരണം വിധിച്ച ദൈവം. ആ 3-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഈ 5-ൽ പരം ദൈവകൃപയുടെ വെളിപ്പാടുകൾ നമുക്ക് കാണാം. പലരും നമ്മുടെ ദൈവത്തെ തെറ്റിദ്ധരിക്കാറുണ്ട്. പഴയ നിയമത്തിലെ ദൈവം ഭയങ്കര ക്രൂരനാണ്, രക്തദാഹിയാണ്, മൃഗങ്ങളുടെയും പക്ഷികളുടെയും മനുഷ്യന്റെയും വരെ രക്തം കുടിക്കുന്നു, ചോദിക്കുന്നു എന്നൊക്കെ. പുതിയ നിയമത്തിലെ ദൈവം നേരെ കടകവിരുദ്ധമായ സ്വഭാവമുള്ള ആളാണ്, ഭയങ്കര സ്നേഹവാനാണ്, കൃപയുള്ളവനാണ്. അതുകൊണ്ട് പഴയ നിയമത്തിലെ യഹോവയെ അല്ല പുതിയ നിയമത്തിലെ ദൈവം എന്നുവരെ
പഠിപ്പിക്കുന്നവർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ചിലർ നമ്മുടെ ഇടയിൽ നിന്നും പിന്മാറിപ്പോയ, വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വന്തം ഛർദിയെ തിന്നുന്ന നായ്ക്കളും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുന്ന പന്നികളും പോലെയുള്ളവരാ. അങ്ങനെയാണ് തിരുവെഴുത്ത് അവരെ വിളിക്കുന്നത്. പക്ഷേ നിഷ്പക്ഷ ബുദ്ധിയോടെ തിരുവെഴുത്തുകൾ പഠിക്കുന്ന ഒരാളിന് മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവകൃപയുടെ വെളിപ്പാടാണ് നമ്മൾ ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ തന്നെ ഈ കണ്ടത്. സ്തോത്രം. അല്പവും കൂടെ പുറകോട്ടിറങ്ങിയാൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ തന്നെ നമുക്ക് ഈ ഒരു ദൈവകൃപയുടെ വെളിപ്പാട് കാണാം. 2-ാമത്തെ അധ്യായത്തിലേക്ക് പോയാൽ മനുഷ്യനെ മണ്ണുകൊണ്ട് മെനയുന്നതിൽ നമുക്ക് ആ ദൈവകൃപയുടെ വെളിപ്പാട് കാണാം. മനുഷ്യന്റെ വീഴ്ചയ്ക്ക് മുമ്പ് തന്നെ അവൻ വീഴും എന്ന് അറിഞ്ഞിട്ട് അവൻ വീണുപോയാൽ വീണ്ടെടുക്കുവാൻ കഴിയുന്ന ഒരു ശരീരം അവനെ ഉണ്ടാക്കി കൊടുത്തത്, അതും ദൈവകൃപയുടെ ആഴമേറിയ വെളിപ്പാട് തന്നെയാണ്. തീർന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു പിന്നാമ്പുറമുണ്ട്. എ പാസ്റ്റ് ഇറ്റേണിറ്റി. ഒരു പാസ്റ്റ് ഇറ്റേണിറ്റി, മുൻകാല നിത്യത. അവിടെ ദൈവകൃപയുടെ ഭയങ്കരമായ പ്രകാശനമുണ്ട്. എന്തുവാ? മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനു മുമ്പേ, മനുഷ്യ സൃഷ്ടി നടത്താനുള്ള ഭൂമിയുടെ നിർമ്മാണത്തിനു മുമ്പേ, മണ്ണുണ്ടാക്കുന്നതിനു മുമ്പേ, സകല സൃഷ്ടികൾക്കും മുമ്പ് തന്നെ ദൈവം നമ്മുടെ വീണ്ടെടുപ്പിനായി തൻ്റെ ഏകജാതനായ പുത്രനെ, സ്തോത്രം, നിയമിച്ചിരുന്നു, വേർതിരിച്ചിരുന്നു എന്നുള്ളതാണ് ആ വലിയ വെളിപ്പാട്. സ്തോത്രം. ഇപ്പോൾ പഴയ നിയമത്തിലെ ദൈവം ക്രൂരനും രക്തദാഹിയുമാണെന്ന് പിന്മാറ്റക്കാരും അജ്ഞന്മാരുമായ സുവിശേഷ വിരോധികളും വേദപുസ്തക വൈരികളും പറയുന്നത് ആരും സത്യമാണെന്ന് കരുതരുത്. ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ നമ്മുടെ ദൈവത്തെ, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ, നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ, നമ്മുടെ ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് വളരെ ശക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? സ്തോത്രം. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? സ്തോത്രം. അപ്പോൾ ദൈവകൃപയാൽ, ആ ദൈവകൃപ എന്ന പദത്തിൻ്റെ ഒരു വിശകലനമാണ് നമ്മൾ നടത്തുന്നത്. അത് നമുക്ക് നമ്മുടെ ദൈവത്തെ, നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ ഒന്നും കൂടെ അറിയാൻ, ശരിയായിട്ട് തിരിച്ചറിയാൻ, തെറ്റിദ്ധാരണകൾ മാറ്റുവാൻ കാരണമാകട്ടെ. സ്തോത്രം. അത് നമ്മുടെ ദൈവത്തെ നമുക്ക് കൂടുതൽ സ്നേഹിക്കുന്നതിന് കാരണമായി തീരട്ടെ. സ്തോത്രം. അപ്പോ ഈ ദൈവത്തിൻ്റെ കൃപയുടെ വെളിപ്പാട് നമുക്കങ്ങനെയാകുമ്പോൾ എവിടെ മുതൽ കാണാൻ പറ്റും? മുൻകാല നിത്യത മുതൽ. വ്യക്തമാണല്ലോ? സ്തോത്രം. മനുഷ്യ ചരിത്രത്തിൽ നമുക്കത് ഉൽപ്പത്തി 3:9 മുതൽക്കാണ് കാണാൻ സാധിക്കുക. എന്നാൽ സൃഷ്ടി ചരിത്രത്തിൽ അതിനും പുറകോട്ടിറങ്ങിയാൽ മനുഷ്യനെ മണ്ണുകൊണ്ട് നിർമ്മിച്ചതിൽ അത് കാണാം. എന്നാൽ വേദപുസ്തക ശാസ്ത്രം അല്ലെങ്കിൽ തിയോളജി, ബിബ്ലിയോളജി, സോറ്റീരിയോളജി, രക്ഷാശാസ്ത്രം എന്നിവയിലൊക്കെ നമ്മളൊന്ന് ഇറങ്ങിച്ചെന്നാൽ അത് ചെന്ന് നിൽക്കുന്നത് കഴിഞ്ഞകാല നിത്യതയിലാണ്. നമ്മളതൊക്കെ
പല പ്രാവശ്യം എടുത്ത് വായിച്ചിട്ടുള്ള വാക്യങ്ങളായതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ പരാമർശിച്ചു പോയാൽ മാത്രം മതിയല്ലോ. നമ്മുടെ രക്ഷയ്ക്കായി, നമ്മുടെ വീണ്ടെടുപ്പിനായി യേശുക്രിസ്തുവിനെ വീണ്ടെടുപ്പുകാരനായി ദൈവം നിയമിച്ചത് കഴിഞ്ഞകാല നിത്യതയിലാണ് എന്ന സത്യം നാം അറിയുമ്പോൾ നമ്മോട് ദൈവത്തിന് തോന്നിയ കൃപയുടെ ആഴം എത്ര വലിയത്, സ്നേഹത്തിൻ്റെ പരപ്പ് എത്ര വിശാലമായത്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്, സകല വിശുദ്ധന്മാരോടും കൂടെ നമ്മൾ ഒരു കാര്യം അറിയണമെന്ന്, പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹത്തിൻ്റെ ആഴം, ഉയരം, നീളം, വീതി. പ്രൈസ് ഗാഡ്. സ്തോത്രം. ഇമ്മഷറബിൾ ഗ്രേസ് ഓഫ് ഗാഡ്. സ്തോത്രം. അൺഡിസ്ക്രൈബിൾ, ഇൻഡിസ്ക്രൈബിൾ ലവ് ഓഫ് ഗാഡ്. അൺഎക്സ്പ്ലോറബിൾ ഗ്രേസ് ഓഫ് ഗാഡ്. സ്തോത്രം. അതിരുകളില്ലാത്ത ദൈവത്തിന്റെ സ്നേഹം, ആരാഞ്ഞു തീർക്കുവാൻ കഴിയാത്ത ദൈവത്തിന്റെ കൃപ. സ്തോത്രം. അതുകൊണ്ടാണ് എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 4 മുതൽ പൗലോസ് ലീഹ 5 മുതൽ പൗലോസ് ലീഹ പറയുന്നത്, കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. സ്തോത്രം. God who is rich in mercy, He loved us with a great love. മഹാസ്നേഹം. സ്തോത്രം. അപ്പോ ദൈവത്തിൻ്റെ കൃപ, അതിൻ്റെ വെളിപ്പാട്. എന്നാൽ അങ്ങനെ മുൻകാല നിത്യതയിൽ തന്നെ ദൈവത്തിൽ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ കൃപ, മനുഷ്യ സൃഷ്ടിയിൽ അല്പമായി വെളിപ്പെട്ട ദൈവകൃപ, മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം ഒന്നിനു പുറകെ ഒന്നായി മനുഷ്യന് നിഷേധിപ്പാൻ കഴിയാത്തതുപോലെ പ്രകടമായ ദൈവത്തിന്റെ കൃപ. എന്നാൽ അതിന്റെ ക്ലൈമാക്സ്, അതിന്റെ ഉച്ചകോടി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജഡധാരണത്തിലാണ്. സ്തോത്രം. ആ ദൈവകൃപയുടെ പരമകാഷ്ഠ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആളത്വത്തിലും അവന്റെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയിലുമാണ്. ആ വെളിപ്പാട് നമുക്കിന്ന് ഉണ്ടാകട്ടെ. സ്തോത്രം. അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാൻ പറ്റും, കർത്താവായ യേശുക്രിസ്തു ദൈവകൃപയുടെ ആളത്വരൂപമാണ്. Therefore we can say that the person of Jesus Christ is the very personification of this great grace of God. ഈ മനുഷ്യനോടുള്ള ദൈവകൃപയുടെ ഭയങ്കര ആളത്വരൂപമായ പ്രകടനമാണ്, വെളിപ്പാടാണ്, പ്രദർശനമാണ് യേശുക്രിസ്തുവിന്റെ ആളത്വവും ജീവിതവും. ആളത്വവും ജീവിതവും. അതുകൊണ്ടാണ് നാം കാണുന്നത്, സ്തോത്രം, യോഹന്നാൻ 1:17 വാക്യം, 14 കൂടെ വായിച്ചോളൂ. John 1:14 and 17. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു.
സ്തോത്രം. യോ- യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു, എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. 14-ാം വാക്യത്തിൽ പറഞ്ഞു, കൃപയും സത്യവും നിറഞ്ഞവനായി യേശു നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിങ്കൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായിട്ട് കണ്ടു. 17-ൽ യോഹന്നാൻ അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു, യോഹന്നാൻ സ്നാപകനെ ഉദ്ധരിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിങ്കൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ പ്രാപിക്കുവാൻ കഴിയുമെന്ന്. ക്രിസ്തുവിൽ നമുക്ക് കൃപമേൽ കൃപ, ഗ്രേസ് അപ്പോൺ ഗ്രേസ്, an abounding grace, an abundant grace. സ്തോത്രം. ധാരാളമായ ദൈവത്തിന്റെ കൃപ, ധാരാളമായ ദൈവത്തിന്റെ കൃപ. സ്തോത്രം. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവം കൃപ നിറഞ്ഞവനാണ്. അവൻ എല്ലാവർക്കും കൃപ കൊടുക്കുന്നവനാണ്. എല്ലാവരോടും അവന് കൃപയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെയും തീത്തോസ് 2-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചത്, സകലർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. No one is exempted from this grace. This grace is not withheld for anyone. ആർക്കു വേണ്ടിയും ഈ കൃപ വിലക്കപ്പെട്ടിട്ടില്ല. ആർക്കെങ്കിലും വേണ്ടി വിലക്കപ്പെടുന്നതാണെങ്കിൽ കൃപയല്ല. അതുകൊണ്ട് ഇത് സകലർക്കും വേണ്ടിയുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്കും കൂടെ ഇത് കിട്ടിയത്. സ്തോത്രം, സ്തോത്രം. അപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് കരുതുന്നു. ഇനി നമുക്ക് നോക്കാം ഈ കൃപ. അതിനെക്കുറിച്ച് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ബൈബിൾ ഡിക്ഷണറിയിലും ബൈബിൾ ഗൈഡിലും കൊടുത്തിരിക്കുന്നത്, simplest definition of this grace is unmerited favor. നമ്മൾ വളരെയധികം കേൾക്കാറുള്ള അതേ കാര്യം തന്നെയാണ്. കൃപയെക്കുറിച്ച് നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്നത്, ഞാൻ കേട്ടിട്ടുള്ളത് ഈ നിലയിലാണ്. ധാരാളം ദൈവദാസന്മാർ, ദൈവമക്കൾ നമ്മുടെയൊക്കെ സഭകളിൽ സൺഡേ സ്കൂളിനും യൂത്ത് മീറ്റിങ്ങിനുമൊക്കെ പ്രസംഗ മത്സരങ്ങൾ നടക്കുമ്പോൾ പോലും നമ്മുടെ കൊച്ചുകുട്ടികൾ അറിയാതെ മനഃപ്പാഠമാക്കി പറയുന്ന പ്രസംഗങ്ങളിലും ഞാനിത് കേട്ടിട്ടുണ്ട്. ഗ്രേസ് ഈസ് അൺമെറിറ്റഡ് ഫേവർ. യോഗ്യതയില്ലാത്ത ഇടത്ത് പകരപ്പെടുന്ന ദൈവത്തിൻ്റെ ദാനമാണ്. ഏറ്റവും ലളിതമായ നിർവചനം നമുക്കങ്ങനെയാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. ആ എഴുത്തുകാരൻ ഇങ്ങനെയാ പറയുന്നത്, the very simplest definition of this beautiful attribute is unmerited favor. Unmerited favor. നമ്മൾ അന്ന് പഠിച്ച, ഇടയ്ക്കൊക്കെ ചിലപ്പോൾ വീണ്ടും നമ്മൾ പഠിക്കാൻ ശ്രമിച്ച 2 പദങ്ങൾ തമ്മിലുള്ള ഒരു താരതമ്യം ഇവിടെ പ്രസക്തമാണ്.
is very important and relevant when we compare two particular attributes of God. ദൈവത്തിൻ്റെ രണ്ട് വളരെ സാഹോദര്യ സഹജമായ സ്വഭാവങ്ങളെ ഒന്ന് വിലയിരുത്തുന്നത്, താരതമ്യം ചെയ്യുന്നത് നന്നായിരിക്കും. ഈ കൃപയോട് സാഹോദര്യബന്ധം പുലർത്തുന്ന മറ്റൊരു ദൈവ സ്വഭാവമാണ്, മനസ്സിലായി കാണുമല്ലോ, mercy, യെസ് ഓഫ് കോഴ്സ്, മേഴ്സി, ദൈവത്തിൻ്റെ കരുണ അല്ലെങ്കിൽ ദയ, മനസ്സലിവ് എന്നൊക്കെ വിളിക്കപ്പെടുന്നത്. നമ്മൾ അന്ന് പഠിച്ചതാണ്, ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 2009, ഈ കാര്യം എന്നെ ഒരു വാച്ച് നൈറ്റ് സർവീസിലാണ് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്. അന്ന് മുതൽ ഞാൻ പലയിടത്തും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീടാണ് എനിക്കിതൊക്കെ വായിക്കുവാൻ കിട്ടിയത്. ഞാനത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. സ്തോത്രം. നമ്മുടെ കൂട്ടത്തിലെ ബൈബിളൊക്കെ വായിച്ചു തരുന്ന സുജാ ഷിബു, അവരുടെ പ്രാദേശിക സഭയിൽ ഞാൻ ഉപദേശിയായിരിക്കുന്ന ആ കാലഘട്ടം 2007 തൊട്ട് 10 വരെ, ഒരു ഡിസംബർ 31 രാത്രിയിലത്തെ പ്രാർത്ഥന നമുക്കറിയാമല്ലോ. മൊത്തത്തിൽ അന്ന് സാക്ഷ്യമൊക്കെ പറയും. എല്ലാവർക്കും സാക്ഷ്യം പറയാൻ അവസരമൊക്കെ കൊടുത്തു. എല്ലാവരും പറഞ്ഞു. ഏറ്റവും ഒടുവിൽ എഴുന്നേറ്റ് നിന്ന് സങ്കീർത്തനമൊക്കെ വായിച്ച് ഞാനിങ്ങനെ ആവേശത്തോടെ ജനത്തെ ഉദ്ബോധിപ്പിക്കുക, ഇനിയും പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ 5 മിനിറ്റേ ഉള്ളൂ. അപ്പോഴത്തേക്കിനും അല്പം ഉറക്കമൊക്കെ വന്നവർ, ഇനി 5 മിനിറ്റേ ഉള്ളൂ, എന്നാ ഉണരാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഒന്ന് ഉണരും. അത് ഞാനിങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്യും, 4, 3, അപ്പോഴത്തേക്കിനും ഇവരുടെയൊക്കെ സ്തുതി സ്തോത്രമൊക്കെ അങ്ങോട്ടങ്ങ് ഉയരും. അങ്ങനെ 12 ആകാറായ സമയത്ത് ഞാനിങ്ങനെ ഇവരൊക്കെ പറഞ്ഞ സാക്ഷ്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് ഇവരെ സ്തുതിപ്പിച്ചുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ ശബ്ദം ഞാൻ എൻ്റെ ഹൃദയത്തിൽ കേട്ടു, മോനെ എന്തുവാ ഇത്? ഇവര് ഈ പറഞ്ഞതൊന്നും അല്ല, ഞാൻ ഇവർക്ക് വേണ്ടി ഈ തീരാൻ പോകുന്ന വർഷം ചെയ്ത ഏറ്റവും വലിയ കാര്യം. ഞാൻ സ്തുതിപ്പിച്ചുകൊണ്ടിരിക്കുക, നിർത്താൻ പറ്റുമോ? 12 ആകാൻ പോവാ, പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോവാ. കാലെടുത്ത് വെപ്പൊന്നുമില്ല കേട്ടോ, ഞാനങ്ങ് പ്രവേശിക്കുക എന്ന അർത്ഥത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പ്രതീകാത്മകമായി വലത്തെ കാലം മുമ്പോട്ട് വെക്കുന്ന പരിപാടിയൊന്നുമില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്തുവാ? അപ്പോഴാണ് കർത്താവ് എന്നോട് പറയുന്നത്, നമ്മൾ പല പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള, ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവായിട്ടല്ല, എന്നാൽ പലപ്പോഴും പറഞ്ഞു വിട്ടിട്ടുള്ള കാര്യം, 103-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം. നമ്മുടെ ഇടയിൽ പരിചിതമായ വാക്യമാണത്. ആദ്യമായിട്ടല്ല ഞാൻ കാര്യം പറയുന്നത്. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതും. സ്തോത്രം. കർത്താവ് പറഞ്ഞു, മോനെ ഇതാ ഞാൻ ഈ വർഷം ഇവർക്ക് വേണ്ടി ചെയ്ത, ഇവർക്കെന്ന് പറയുമ്പം എന്നെ മാറ്റി നിർത്തിയിട്ടല്ല കേട്ടോ, ഞാൻ ഉൾപ്പെടെ എൻ്റെ കുടുംബം ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വേണ്ടി ദൈവം ചെയ്ത ഏറ്റവും വലിയ കാര്യം ഇതാ. സ്തോത്രം. എന്തേ? നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണവും അകൃത്യങ്ങൾക്ക് തക്കവണ്ണവും നമുക്ക് പകരം ചെയ്യാതെയിരുന്ന ദൈവീക സ്വഭാവം. ഈ സ്വഭാവത്തിന്റെ പേരാണ് mercy,
മേഴ്സി. യെസ്, ആനി സിസ്റ്റർ. ഈ സ്വഭാവമാണ് മേഴ്സി, കരുണ. അതുകൊണ്ട് ഈ ഡിക്ഷണറിക്കാരന്റെ ഭാഷയിൽ തന്നെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ അറ്റ് ദിസ് പോയിന്റ് ടു കോൺട്രാസ്റ്റ് മേഴ്സി വിത്ത് ഗ്രേസ്. ഈ കരുണയെയും കൃപയെയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് പഠിക്കുന്നത് നമുക്ക് ഉചിതമാണ്. പറയുന്നു, ഗോഡ്സ് മേഴ്സി അലൗസ് God to withhold merited punishment or condemnation. ദൈവത്തിൻ്റെ കരുണ, മേഴ്സി എന്ന് പറയുന്നത്, നമുക്ക് അർഹമായ ശിക്ഷാവിധിയെ തടയുവാൻ വേണ്ടി ദൈവത്തെ പ്രേരിപ്പിക്കുന്നു. നമുക്ക് അർഹമായ ശിക്ഷാവിധി തരയാതെ ദൈവത്തെ തടയുന്ന ദൈവത്തിൻ്റെ പ്രകൃതത്തിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ കരുണ അല്ലെങ്കിൽ ദയ. ബെനവലൻസ് ഓഫ് ഗാഡ്, മേഴ്സി ഓഫ് ഗാഡ്. സ്തോത്രം, മേഴ്സി ഓഫ് ഗാഡ്. എന്നാൽ മറുഭാഗം, ഗോഡ്സ് ഗ്രേസ് permits God to bestow freely unmerited favor. God's grace allows God to freely bestow upon us the favor, the blessings we are not deserving. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മേൽ നമുക്ക് അർഹമല്ലാത്ത അനുഗ്രഹത്തെ, നമുക്ക് അർഹമല്ലാത്ത നന്മകളെ സൗജന്യമായി കോരിച്ചൊരിയാൻ ദൈവത്തെ അനുവദിക്കുന്ന ദൈവത്തിൻ്റെ പ്രകൃതമാണ്. Mercy withholds God, but grace allows or permits God. സ്തോത്രം. ദയ ദൈവത്തെ വിലക്കുകയാണ്, എന്നാൽ കൃപ ദൈവത്തെ അനുവദിക്കുകയാണ്. എന്തിനാ ദൈവം വിലക്കുന്നത്? അല്ലെങ്കിൽ ദയ എന്തിനാണ് ദൈവത്തെ വിലക്കുന്നത്? നമുക്ക് സ്വാഭാവികമായി അർഹമായ ശിക്ഷ തരാതിരിപ്പാൻ. അതിൻ്റെ പേര് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തീപ്പൊയ്ക. നിത്യമായ തീപ്പൊയ്കയാണ് നമുക്ക് അർഹമായത്. എന്നാൽ അത് തരാതിരിക്കുവാൻ ദൈവത്തിൻ്റെ കൈകളെ പിടിച്ചു കെട്ടുന്ന, ദൈവത്തെ തടഞ്ഞു നിർത്തുന്ന ദൈവത്തിൻ്റെ പ്രകൃതമാണ് ദൈവത്തിൻ്റെ ദയ. പ്രൈസ് ഗോഡ്. അങ്ങനെ ദൈവത്തെ നമുക്ക് ശിക്ഷ തരാതെ തടഞ്ഞു നിർത്തുന്ന ദയ തടഞ്ഞു നിർത്തുമ്പോൾ മറുഭാഗത്തു കൂടെ കൃപ വന്നിട്ട് ദൈവത്തെ കൊണ്ട്, സ്തോത്രം, നമുക്ക് അർഹമല്ലാത്ത നന്മകൾ തരാനായിട്ട് പ്രേരിപ്പിക്കും. സ്തോത്രം. മനസ്സിലാക്കാൻ എളുപ്പമാണല്ലോ. വീണ്ടും പറയുന്നു, mercy is not getting what we deserve. സ്തോത്രം. Grace is getting what we do not deserve. സ്തോത്രം. ദയ എന്ന് പറയുന്നത് നമുക്ക് അർഹമായത് നമുക്ക് തരാതിരിക്കുന്നു. എന്നാൽ കൃപ
നമുക്ക് അർഹമായത് തരുന്നു. അതും എങ്ങനെ? ഫ്രീ, സൗജന്യമായി. എങ്ങനെ? എബണ്ടന്റ്ലി, കലവറ കൂടാതെ, അളവ് കൂടാതെ. സ്തോത്രം. അങ്ങനെ നമുക്ക് ദൈവത്തിന്റെ കൃപയാൽ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം, ദൈവകൃപയുടെ ഏറ്റവും വലിയ വലിയ നൽകപ്പെടൽ എന്താണ്? ക്രിസ്തു അല്ലയോ? പുത്രത്വം. പുത്രത്വം. ദൈവത്തിന്റെ സ്വന്തം മക്കൾ എന്ന് വിളിക്കപ്പെടുന്ന, അത് നിമിത്തമുണ്ടാകുന്ന സ്വർഗപ്രവേശം, ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം എല്ലാം ഉൾപ്പെടും. പുത്രത്വം എന്ന ആ ഒരു അനുഗ്രഹം, അതിനകത്ത് ബാക്കിയുള്ളതെല്ലാം ഉൾപ്പെടും. സ്തോത്രം. വീണ്ടും പറയുന്നു, സ്തോത്രം, 111 സങ്കീർത്തനം 4 വാക്യം. സാംസ് 111 verse 4. അവൻ തന്റെ അത്ഭുതങ്ങൾക്കൊരു ജ്ഞാപകമുണ്ടാക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ. ഇത് രണ്ടും ദൈവത്തിന്റെ സ്വഭാവമാണ്. കൃപയും കരുണയും. ഏതാണ്ട് 20-ൽ പരം സ്വഭാവങ്ങളെ കുറിച്ച് നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമേ നമ്മൾ ഇവിടെ നോക്കുന്നുള്ളൂ. ദൈവം കൃപ ഉള്ളവൻ. സ്തോത്രം. ഒത്തിരി ഭാഗങ്ങളുണ്ട്. 116 സങ്കീർത്തനത്തിന്റെ 5 വാക്യം, സാംസ് 116 verse 5, 1 Peter 2 verse 3. ഇനി വായിച്ചു പോയാൽ ഒത്തിരി സമയമാകും, അതുകൊണ്ട് വായിക്കാതെ ഞാൻ പറഞ്ഞു പോകുന്നു. സ്തോത്രം. 1 പത്രോസ് 5:10. സ്തോത്രം. ഗോഡ് ഓഫ് ഓൾ ഗ്രേസ്. എന്താ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്? ഒന്ന് പത്രോസ് 5:10 ഇംഗ്ലീഷിൽ ദ ഗോഡ് ഓഫ് ഓൾ ഗ്രേസ് എന്നാ കൊടുത്തേക്കുന്നത്. മലയാളത്തിൽ എന്താ കൊടുത്തേക്കുന്നത്? കൃപാലുവായ ദൈവം. സർവകൃപാലുവായ ദൈവം. സർവകൃപാലുവായ ദൈവം എന്ന് വെച്ചാൽ അതിനകത്ത് ഉൾപ്പെടാത്തതൊന്നുമില്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവത്തിന്റെ ഈ കൃപ യൂണിവേഴ്സലാണ്. ദൈവത്തിന്റെ ഈ കൃപ സാർവത്രികമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ ഒരു ജാതിക്കോ വേണ്ടി മാത്രം പരിമിതപ്പെടുന്നില്ല. സ്തോത്രം. യുഗാനുയുഗമായി ത്രൂ ഡിസ്പെൻസേഷൻസ് ആൻഡ് ഡിസ്പെൻസേഷൻസ് ഗോഡ്സ് ഗ്രേസ് ഈസ് യൂണിവേഴ്സലി എക്സ്പ്ലിസിറ്റ്. ദൈവത്തിന്റെ ഈ കൃപ യുഗയുഗാന്തരങ്ങളായി സാർവത്രികമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. നമ്മൾ കണ്ടല്ലോ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ വസ്തുക്കളുടെ തിരഞ്ഞെടുപ്പ് മുതൽ നമുക്ക് ചരിത്രത്തിൽ ദൈവത്തിന്റെ കൃപയെ കാണാമെന്ന്. ഏറ്റവും ഒടുവിൽ വേദപുസ്തകത്തിലെ വാക്യം, വെളിപ്പാട് 22-ന്റെ വാക്യത്തിൽ നാം കാണുന്നത് എന്താണ്? സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. Praise God. സ്തോത്രം. കൃപയോടുകൂടെ അവസാനിക്കുന്ന ഒരു പുസ്തകം, കൃപയുടെ പ്രഖ്യാപനത്തോടുകൂടെ അവസാനിക്കുന്ന ഒരു ബൈബിൾ. സർവ കൃപാലുവായ ദൈവം. ഈ കൃപ നമ്മൾ മുമ്പേ കണ്ടതുപോലെ പൂർണ്ണമായും സൗജന്യദാനമാണ്.
സ്തോത്രം. റോമാലേഖനം 3:24 നമ്മൾ കാണുന്നുണ്ട്, അവൻ നമ്മെ സൗജന്യമായത്രേ നീതീകരിക്കുന്നത്. സ്തോത്രം. റോമൻസ് 3:24 സ്തോത്രം. നാം അവിടെ കാണുന്നുണ്ട്, ഹിസ് ഗ്രേസ്, വി ആർ ജസ്റ്റിഫൈഡ് ബൈ ഹിസ് ഗ്രേസ് ഫ്രീലി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ, വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയാൽ സൗജന്യമായി ദൈവകൃപയാൽ നാം നീതീകരിക്കപ്പെടുന്നു. സ്തോത്രം. നീതീകരിക്കപ്പെടുന്നു. അതുതന്നെയാണ് നാം എഫേസ്യർ 2:8-9 വാക്യങ്ങളിലും കാണുന്നത്. എഫേഷ്യൻസ് 2:8-9 അവിടെയും നാം അത് തന്നെ കാണുന്നു. സൗജന്യമായുള്ള ദൈവകൃപയുടെ വെളിപ്പാട്. പ്രൈസ് ഗാഡ്. സ്തോത്രം. വീണ്ടും നമ്മൾ കാണുന്നത്, ഗ്രേസ് ഓൾവേസ് പ്രിസീഡ്സ് പീസ്. ദൈവത്തിന്റെ കൃപ എപ്പോഴും സമാധാനത്തിന് മുമ്പേ പോകുന്നു. സ്തോത്രം. ഗ്രേസ് ഓൾവേസ് പ്രിസീഡ്സ് പീസ്. സ്തോത്രം. റോമർ 1:7 വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഏതാണ്ട് പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളിലും അങ്ങനെ തന്നെയാണ്, കൃപയും സമാധാനവും. കൃപയാണ് ആദ്യം വരുന്നത്, കൃപയാണ് മുമ്പേ പോകുന്നത്. കൃപയും സമാധാനവും. സ്തോത്രം. ഗ്രേസ് ടു യു ആൻഡ് പീസ്. പ്രൈസ് ഗാഡ്. വീണ്ടും കാണുന്നത്, the grace was incarnate in Christ. നമ്മൾ നേരത്തെ കണ്ടു, the personification of grace in Christ. കർത്താവായ യേശു ക്രിസ്തുവിലാണ് ഈ കൃപയുടെ ആളത്വപരമായ വെളിപ്പാട് നാം കാണുന്നത്. നമ്മൾ മുമ്പേ വായിച്ച യോഹന്നാൻ 1-ാം വാക്യങ്ങൾ തന്നെ അതിന് തെളിവ്. അന്നേരം പറഞ്ഞതുകൊണ്ട് കൂടുതൽ ഒന്നും അതേപ്പറ്റി പറയുന്നില്ല. സ്തോത്രം. God's grace is always greater than human sin. മനുഷ്യന്റെ പാപത്തേക്കാൾ ഒത്തിരി വലുതാണ് ദൈവത്തിന്റെ കൃപ. ദയയും അതുപോലെ തന്നെ കേട്ടോ. കാരണം എന്താ? 32-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാ. എപ്പോഴും പാത്രത്തേക്കാൾ വലുതാണ് അടപ്പ്, അല്ലേ? പാത്രത്തേക്കാൾ ചെറുതാണ് അടപ്പെങ്കിൽ അതും പാത്രത്തിനകത്ത് വീണ് കുടുങ്ങിക്കിടക്കും. നമ്മുടെ പാപത്തെ മറയ്ക്കണമെങ്കിൽ നമ്മുടെ പാപത്തേക്കാൾ ഒത്തിരി വലുതാണ് ദൈവത്തിന്റെ കൃപയും ദയയും. സ്തോത്രം. അതുകൊണ്ടാണ് നാം തിരുവെഴുത്തിൽ കാണുന്നത് ദൈവത്തിന്റെ കൃപാ മഹത്വം. എഫേസ്യർ 1-ാം 5 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം അങ്ങനെയാണ് കാണുന്നത്. സ്തോത്രം. സ്തോത്രം. റോമർ 5:20 നാം കാണുന്നു. റോമൻസ് 5:20 5:20 നമ്മൾ കാണുന്നത്, സ്തോത്രം, the abounding of grace. സ്തോത്രം. The offense might abound, but where sin abounded, grace did much more abound. പാപം പെരുകിയിടത്ത് കൃപയും പെരുകിയെന്നാണോ? കൃപ അത്യന്തം വർദ്ധിച്ചു. അത്യന്തം വർദ്ധിച്ചു. കണ്ടോ? പാപം വെറുതെ പെരുകിയപ്പോൾ കൃപ അത്യന്തമായിട്ട് വർദ്ധിച്ചു. സ്തോത്രം. നാം പിന്നെ കാണുന്നത് കാൽവറിയാണ് ദൈവകൃപയുടെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണം. Praise God. The utmost manifestation of this grace is on the cross. അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായർ 2:9 പറയുന്നത്. എങ്കിലും
ദൈവകൃപയാൽ ദൂതന്മാരെക്കാൾ അല്പം മാത്രം, അല്പകാലത്തേക്കും മാത്രം താഴ്ച വന്നവനായ യേശു എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചതുകൊണ്ട്, കണ്ടോ, അതുകൊണ്ടാണ് നാം ഇന്നലെ പഠിച്ചതുപോലെ ഈ ക്രൂശിന്റെ സുവിശേഷത്തെ ദൈവകൃപയുടെ സുവിശേഷം എന്ന് വിളിക്കുന്നത്. On the very person of Jesus and his redemptive work on the cross, God's grace was unquestionably, undoubtedly manifested. സ്തോത്രം. അതിൻ്റെ ആ കാൽവറിയുടെ മുന്നോടികളായിരുന്നു നമ്മൾ മുമ്പേ വായിച്ച ഉൽപ്പത്തി 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം മുതൽ കാണുന്ന യാഗങ്ങളെല്ലാം തന്നെ. All the sacrifices from the very first one in Genesis 3:21, they were the very proofs of God's grace. ഓർക്കണേ, ദൈവം മൃഗങ്ങളുടെ, പക്ഷികളുടെ രക്തം കുടിച്ചിട്ടല്ല മനുഷ്യന്റെ പാപം ക്ഷമിച്ചത്. That was just an act of God's grace, that anyone could get this grace, benefited from this grace of God, provided he trusted in God. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കണ്ടിരുന്നല്ലോ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയ കാര്യം. എന്തിനായിരുന്നു അത് ചെയ്തത്? അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമോ എന്നറിയാൻ വേണ്ടി മാത്രം. അതുപോലെ ഈ യാഗങ്ങൾ ദൈവം അവർക്ക് കൽപ്പിച്ചു കൊടുത്തത് രക്തത്തിന് വേണ്ടിയല്ല. നത്തിങ് ടു ഡു വിത്ത് ദ ബ്ലഡ്. അതുകൊണ്ടാണ് എബ്രായർ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് നമ്മുടെ പാപങ്ങളെ മോചിപ്പിക്കുവാൻ കഴിയാതെയിരുന്നു. അവയ്ക്ക് ഒരു കാലത്തും പാപം മോചിക്കാൻ പ്രാപ്തിയില്ലായിരുന്നു. പിന്നെ എങ്ങനാ ദൈവം അവരോട് ക്ഷമിച്ചത്? കൃപ. എങ്ങനെ? യാഗമർപ്പിക്കുക എന്ന ദൈവത്തിൻ്റെ കൽപ്പനയെ അവർ അനുസരിക്കുവാൻ തയ്യാറായാൽ, യാഗം അർപ്പിക്കുക എന്ന ദൈവപ്രമാണത്തെ അവർ വിശ്വസിച്ചാൽ, ആ വിശ്വാസത്താൽ ദൈവത്തിൻ്റെ കൃപയാലായിരുന്നു അവർക്ക് പാപമോചനം അന്നും ലഭിച്ചിരുന്നത്. ഇന്നും യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ ലഭിക്കുന്നത്. സ്തോത്രം. ഇന്നും യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ ലഭിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഈ കൃപ, ദിസ് ഗ്രേസ് മേക്സ് us what we are intended to be. ദൈവം നമ്മെക്കുറിച്ച് എന്താഗ്രഹിച്ചിരുന്നുവോ അത് ആകുവാൻ നമ്മെ ഈ കൃപ സഹായിക്കുന്നു. സ്തോത്രം. ദൈവം നമ്മെക്കുറിച്ച് എന്താകണമെന്ന് ആഗ്രഹിക്കുന്നുവോ നമ്മെ അതാക്കി തീർക്കുന്നത് ഈ കൃപയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു 2 കൊരിന്ത്യർ 12:9 വാക്യത്തിൽ, 2 Corinthians 12:9, also 1 Corinthians 15:10, 2 കൊരിന്ത്യർ 12:9 1 കൊരിന്ത്യർ 15:10
ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായർ 2:9 ആ കാര്യം പറയുന്നു. പൗലോസ് പറയുന്നു, ഞാൻ ആയിരിക്കുന്നത് അല്ലെങ്കിൽ ആകുന്നത് ദൈവത്തിൻ്റെ കൃപയാലാകുന്നു. ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് മനുഷ്യൻ വീണുപോയി, പരാജയപ്പെട്ടു പോയി. അവൻ അധികാരവും ശക്തിയുമൊക്കെ നഷ്ടപ്പെട്ടു പോയി. എങ്കിലും എബ്രായർ 2:6 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിച്ച അവസ്ഥയിലേക്ക് ഈ വീണുപോയ, നഷ്ടപ്പെട്ടുപോയ മനുഷ്യനെ തിരികെ കൊണ്ടുവരുവാൻ ദൈവകൃപയ്ക്കേ സാധിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ദൈവകൃപയ്ക്ക് സാധിക്കൂ. പ്രൈസ് ഗാഡ്. അപ്പോൾ ഇങ്ങനെ ഈ ദൈവത്തിൻ്റെ കൃപ ദൈവം നമുക്ക് രക്ഷാകരമായിട്ട് തന്നു. ഇന്നും ആ കൃപ നമുക്ക് വേണ്ടിയുണ്ട്. സ്തോത്രം. ദ സേവിങ് ഗ്രേസ് ഓഫ് ഗാഡ്. ആ കൃപയ്ക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ആ ദൈവകൃപയാൽ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച കൃപയുടെ ഉറവിടമായ ദൈവത്തിന് നന്ദിയുള്ളവരായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കഴിപ്പാൻ, കൃപയുടെ സാക്ഷികളായി നിൽപ്പാൻ ദൈവം നമുക്കെല്ലാവർക്കും ഈ വചനങ്ങളാൽ കൃപ ചെയ്യുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.